ഹൗ ടു സെറ്റ് സ്റ്റോപ്പ് ലോസ്, എങ്ങനെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രേഡിലാണുള്ളത്. ഭാരതി എയർടെലാണ് നമ്മളിപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്നത്. ഷോർട്ട് സെല്ലാണ് ചെയ്തിരിക്കുന്നത്. അറൗണ്ട് ഇപ്പോൾ ഒരു 10-50 രൂപേൻ്റെ പ്രോഫിറ്റ് നമുക്കുണ്ട്, അത് കാണാം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് നമുക്ക് എങ്ങനെ വയ്ക്കാൻ നോക്കാം. നമ്മൾ ആദ്യം പൊസിഷൻസിലേക്ക് വരിക. ഗ്രോപ്പിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. പൊസിഷനിലേക്ക് വന്നതിന് ശേഷം അതിൽ ഭാരതി എയർടെൽ നമ്മൾ ട്രേഡ് ചെയ്ത ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആഡ് സ്റ്റോപ്പ് ലോസ് എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ നമ്മൾ ആഡ് സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പോവാണ്. ആഡ് സ്റ്റോപ്പ് ലോസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു കോളം വരും. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ഏരിയ മാർക്ക് ചെയ്യാനാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചാർട്ടിൽ പോവുക. ചാർട്ടിൽ പോയിട്ട് ഇൻട്രാഡേ ഒക്കെ കറക്റ്റല്ലേ നോക്കുക. NSE ഒക്കെ. ഇപ്പോൾ ട്രിഗർ പ്രൈസ്, ഏത് പ്രൈസിൽ വന്നാണ് എൻ്റെ സ്റ്റോക്ക് വിറ്റ് പോകേണ്ടത് ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഊഹപ്രകാരം ഇനിയും മാർക്കറ്റ് ചോട്ടോട്ട് പോകാൻ ഇതുണ്ട്. ചോട്ടിലേക്ക് പോകാനുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് കുറച്ച് മേലായിട്ട് വയ്ക്കണം. എന്താ പറഞ്ഞാൽ എനിക്കിപ്പോൾ സ്ക്രീന് നോക്കി ഇരിക്കാൻ പറ്റില്ല. എനിക്കിപ്പോൾ വർക്കിന് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് സ്ക്രീന് നോക്കി ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് പോവുകയാണ്. ഇത് ഞാൻ തിരിച്ചു വന്ന് നോക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ഒരു സേഫ്റ്റിക്ക്, അഥവാ മാർക്കറ്റ് റിട്ടേൺ മുകളിലായിട്ട് പോയാൽ എനിക്ക് ലോസ് ആവാതിരിക്കാനാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്. അപ്പോൾ ഈ ആഡ് സ്റ്റോപ്പ് ലോസിൽ പോയി നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നില്ലേ. ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് എവിടെയായിട്ടാണ് 11.86.30. അപ്പോൾ നമ്മളതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 11,186.30 ഇതാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഈ ഒരു ഏരിയ കാണുന്നുണ്ടോ? ഇതാ ഈ 11.86.30 ഈ ഒരു ഏരിയയിലെത്തിയാൽ ഓട്ടോമാറ്റിക്കായി എൻ്റെ 10 ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തിരിക്കുന്ന എയർടെൽ. ആ 10 എണ്ണം ഓട്ടോമാറ്റിക്കായി വിറ്റ് പോകുന്നതായിരിക്കും. അപ്പോൾ ഞാനത് സ്റ്റോപ്പ് ലോസ് ഇടുന്നതാണ്, കാണിച്ചു തരാം. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്തു. അതിന് ശേഷം ബൈ കൊടുക്കുക. അപ്പോൾ ഇവിടെ വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ബൈ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്, പക്ഷേ അത് ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ല. അതാണ് ഇവിടെ 10/0 എന്ന് കാണിക്കുന്നുണ്ട്. 10 ഷെയറാണ് ഞാൻ ബൈ ഓർഡർ ഇട്ടിരിക്കുന്നത്. അത് എക്സിക്യൂട്ട് ആവാത്തത് കൊണ്ടാണ് ഇവിടെ 0 കാണിക്കുന്നത്. നമ്മൾ മാർക്കറ്റ് ഓർഡർ ആണെങ്കിൽ ഇവിടെ 10/10 കാണിക്കും. അപ്പോൾ ഇത് നമ്മൾ ഓർഡർ ഇട്ട് വെച്ചിട്ടുള്ളൂ, ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ല. അപ്പോൾ ഡൺ കൊടുക്കുക. അപ്പോൾ എൻ്റെ പൊസിഷനിലൂടെ കിടക്കുന്നുണ്ട്, കണ്ടോ? സ്റ്റോപ്പ് ലോസ് ഇവിടെ വന്നു ഓർഡേഴ്സിൽ. പൊസിഷനിലേക്ക് പോവുക. ഇപ്പോൾ 79 രൂപേൻ്റെ ഒരു പ്രോഫിറ്റിലാണ് നിൽക്കുന്നത് അറൗണ്ട്. ഒരു ഹ്യൂജ് ഇത് കാണിക്കുന്നുണ്ട്. നല്ലൊരു ഇത് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് വീണുകൊണ്ടിരിക്കുന്നത്. ഓവറോൾ എല്ലാ മാർക്കറ്റും ഇന്ന് ഡൗൺ ആണ്. ഓവറോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യൻ ഇൻഡസ്ട്രീസ് മൊത്തം നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക്, ഫിൻ നിഫ്റ്റി, സെൻസെക്സ്, മിഡ് ക്യാപ്പ്, നെക്സ്റ്റ് 50, നിഫ്റ്റി 100, മിഡ് ക്യാപ്പ് 100 എല്ലാം ഇന്ന് നെഗറ്റീവിലാണ്. അതുകൊണ്ടാണ് ഞാൻ എയർടെല്ലൊരു ഷോർട്ട് സെല്ല് ചെയ്യാൻ ഉദ്ദേശിച്ചത്. മൊത്തത്തിൽ മാർക്കറ്റ് ഒരു നെഗറ്റീവ് ട്രെൻഡായിരുന്നു ഒന്നുണ്ടായിരുന്നത്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ 15 ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു 5 ക്വാണ്ടിറ്റി ഞാൻ കൊടുത്തു. ഇതവിടെ നിന്ന് കാണാം, 10:37 ഞാൻ 5 ക്വാണ്ടിറ്റി കൊടുത്തു. ഇപ്പോൾ ഒരു 10 ക്വാണ്ടിറ്റി ലൈവിലുണ്ട്. ഓക്കെ, അതിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓക്കെയാണ്. സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ ഒന്നുകൂടി ഇറക്കി കൊടുക്കാമെന്ന് തോന്നുന്നു, കുറച്ചും കൂടി അടിയിലേക്ക് പോകുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് ഒന്ന് മോഡിഫൈ ചെയ്യാണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് എങ്ങനെ മോഡിഫൈ ചെയ്യാമെന്ന് നമുക്കിതിൽ നോക്കാം. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് നോക്കുക. ഓർഡേഴ്സ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് ഇവിടെയാണ്. അപ്പോൾ നമുക്കിവിടെ ഇത് കണ്ടോ, സ്റ്റോപ്പ് ലോസ് മോഡിഫൈ. ഇവിടെ മോഡിഫൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പോവുക. അതിന് ശേഷം നമ്മൾ അടിച്ചു കൊടുത്ത ഇത് കൊടുക്കുക, മാർക്കറ്റ് ഒക്കെ വേണം. സ്റ്റോപ്പ് ലോസ് കുറച്ച് ഇറക്കി വയ്ക്കാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് 1.86 വെച്ചത് 84 ആക്കുന്നുണ്ട്. ആക്കാം സ്റ്റോപ്പ് ലോസ്. സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യുന്നുണ്ട്. 1184.40
1184.40 1184.40 അതുപോലെ ഇതാ ഈ ഒരു ഏരിയയാണ് ഇപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസിനെ വേണമെന്ന് വരച്ച് കാണിക്കാം. 84.40 എന്ന് പറയുമ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലെസ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ 1184.40 എന്നുള്ള റേഞ്ചിൽ ഭാരതി എയർടെൽ എത്തുകയാണെങ്കിൽ എൻ്റെ ഈ 10 ലൈവായിട്ടുള്ള ലൈവ് പൊസിഷനും എക്സിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഞാനില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എക്സിറ്റ് ആവും. അപ്പോൾ എനിക്ക് വലിയ നഷ്ടം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. എല്ലാ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് വേണം ട്രേഡ് എടുക്കാൻ. പക്ഷേ ഐ തിങ്ക് ഇത് ചിലപ്പോൾ ഇത് റീട്രേസ് ചെയ്യുന്നതാണ്. എൻ്റെ സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ ഹിറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഹിറ്റായാലും എനിക്ക് കുഴപ്പമില്ല, പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. എന്തായാലും സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ഹാസ് ബീൻ മോഡിഫൈ ആയിട്ടുണ്ട്. ഇവിടെ റണ്ണിങ് ആണ് കറൻറ്റ്ലി. ഇതാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞത്. സ്റ്റോപ്പ് ലോസ് കറൻറ്റ്ലി റണ്ണിങ് ആണ്. പക്ഷേ ഐ തിങ്ക് ഇത് കുറച്ചും കൂടി ഇറങ്ങി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഭാരതി എയർടെൽ കുറച്ചും കൂടി ഇറങ്ങും. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ എന്നാലും എൻ്റെ വർക്കിന് പോട്ടെ. സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് എനിക്കപ്പോൾ ഇത് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അത് പിന്നെ ഇപ്പോൾ 1184.40 എന്ന പ്രൈസ് എത്തുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ട്രിഗറായി സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്നതായിരിക്കും. സ്റ്റോപ്പ് ലോസ് ഹിറ്റായാലും എനിക്ക് ലോസൊന്നും വരില്ല, പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ഗുഡ് ബൈ.